Okay, welcome you to the online session of Riju and PSK classes. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്തത് ഒരു സർക്കുലർ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ ഡിഫറെൻറ്റ് കേസസുമാണ്. കുറച്ച് എക്സാമ്പിൾസും നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ എററുകൾ, എനിക്ക് സംഭവിച്ച ചെറിയ എററുകൾ, അതായത് നിങ്ങളിൽ കുറേ പേര് എന്നോട് സൂചിപ്പിച്ചിരുന്നു. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയാതെ വന്നു പോകുന്ന ചില ചെറിയ എററുകളാണ്. അതൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതിലൊന്നാമത്തെ, കുറേ പേരെന്നോട് ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുന്നേ ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ NCERT-യിലുള്ള ക്വസ്റ്റ്യനാണ്, 4.3 ആണ്. ഏറ്റവും കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്. അതിൽ നമ്മൾ ഒരു കറണ്ട് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോകുന്നു, I എന്ന് പറയുന്ന കറണ്ട്. അങ്ങനെയാണെങ്കിൽ 2.5 മീറ്റർ ഈസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ നമ്മൾ B = μ0I / 2πr വെച്ച് μ0I/2πr വെച്ച് കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ ചെറിയൊരു എറർ വന്നിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മാർക്ക് ചെയ്തപ്പോൾ ഇത് ആക്ച്വലി വെസ്റ്റാണ്, ഇത് ആക്ച്വലി ഈസ്റ്റാണ്. പക്ഷെ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ ഇതിനെ ഈസ്റ്റായിട്ടും ഇതിനെ വെസ്റ്റായിട്ടുമാണ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ 2.5 മീറ്റർ ഡിസ്റ്റൻസിൽ, ഇത് 2.5 മീറ്റർ ആണ് എന്ന് വിചാരിച്ചോ, ഈ 2.5 മീറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ യാതൊരു വ്യത്യാസവും വരില്ല. ഇറ്റ് ഈസ് μ0I / 4πr അത് തന്നെയാണ്. പക്ഷേ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇപ്പം എന്നോട് പലരും ചോദിച്ചിരുന്നു, ഇത് മാറിപ്പോയില്ലേ? അപ്പോൾ ഇങ്ങനെ ആയിരുന്നു ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ഇപ്പം ഞാനത് എന്നോട് എക്സ്പ്ലനേഷൻ ചോദിച്ച ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ജസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു എക്സാമ്പിളായിട്ട് കണ്ടാൽ മതി. ഇതിനെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ഇങ്ങനെയല്ലല്ലോ, യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ലല്ലോ എന്നുള്ളത് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട. സപ്പോസ് ഇങ്ങനെയാണ് നമുക്ക് ഡയഗ്രം തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കറണ്ട് താഴേക്കാണ് പോകുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് കറണ്ട് താഴേക്കായതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ നമ്മളവിടെ തമ്പ് റൂളിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈവൻ ദോ എനിക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിരുന്നു എന്ന് വെച്ചാലും, നിങ്ങൾ ഇങ്ങനെയാണ് ഡയറക്ഷൻ തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവിടെ ഈസ്റ്റ് വെസ്റ്റ് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ, ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അതേസമയം ഇപ്പോൾ പലർക്കും അത് യഥാർത്ഥത്തിൽ ഡയറക്ഷൻ വരച്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നോർത്ത് സൗത്ത്, ദിസ് ഇസ് ഈസ്റ്റ് ആൻഡ് ദിസ് ഇസ് വെസ്റ്റ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈസ്റ്റിൽ 2.5 മീറ്റർ ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചാൽ, കറണ്ട് പോകുന്നത് എങ്ങോട്ടേക്കാണ്? കറണ്ട് ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് സൗത്ത് ഫ്രം നോർത്ത്. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് കറണ്ട് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ഈസ്റ്റ് സൈഡ് വിൽ ബി ആക്ടിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അത്ര വ്യത്യാസമുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്താലും ഇങ്ങനെ മാർക്ക് ചെയ്താലും എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൻ്റെ ഉപയോഗം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ 2 തരത്തിൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഒന്നുകിൽ മാഗ്നറ്റിക് വെക്ടറിൻ്റെ ഡയറക്ഷൻ IDL ക്രോസ് R ആയിട്ട് പറയാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് പറയാം. ഇതിലേതായാലും നിങ്ങൾ രണ്ടിൽ ഒരു മെത്തേഡ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇതുപോലെ തന്നെ മറ്റൊരു ചെറിയൊരു എറർ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്തൊരാൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും കമ്പയർ ചെയ്ത സമയത്ത് 1/√of μ0 × ε0, ഇത് ആക്ച്വലി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. 1/√of μ0 × ε0യുടെ വാല്യൂ വരുന്നത് 3 × 10⁸ ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് വരുന്നത്. ഞാനത് എഴുതി വന്ന സമയത്ത് അത് c² എന്ന് എഴുതിയിരുന്നു. ആരെങ്കിലും നോട്ടിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യണം മക്കളെ. ഇത് 1/√of μ0 ε0 ഈസ് നോട്ട് c², ഇറ്റ് ഈസ് c. അത് എഴുതി വന്നപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. ഇതൊരെണ്ണം. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വന്നു പോകുന്ന ചെറിയ മിസ്റ്റേക്കുകളാണ്. ക്ലാസ് ആണെങ്കിൽ നമുക്കത് പരസ്പരം ഡിസ്കസ് ചെയ്ത് അപ്പം തന്നെ തിരുത്താം. ഇതിപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടും ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ അതുപോലെ ലോങ് സ്ട്രെയിറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, അല്ലെങ്കിൽ ഫൈനൈറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിരുന്നു. ഇതിൽ നിന്ന്
ആർ ഡിസ്റ്റൻസിൽ, ഒരെൻഡിൽ നിന്നും ആർ ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്കവിടെ ബി ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 4πr ഇൻറ്റു സൈൻ θ1 പ്ലസ് സൈൻ θ2 ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ. ഇവിടെ നമ്മൾ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഞാനത് മാർക്ക് ചെയ്തൊന്നും പറയാതെ ഇത് മാർക്ക് ചെയ്തിരുന്നു, അതൊന്ന് കറക്റ്റ് ചെയ്യണം എല്ലാവരും. ഈ ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അതായത് വിത്ത് റെസ്പെക്ട് ടു ദിസ്. ഇപ്പോൾ ഇവിടെ സൈൻ θ1 മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, കാരണം ഈ ലൈനിൻ്റെ മുകളിലേക്കുള്ള ആംഗിൾ θ1 താഴേക്കുള്ള ആംഗിൾ θ2 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇവിടെ താഴേക്ക് നമുക്ക് ആംഗിൾ കൺസിഡർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് θ2 ഇവിടെ θ1 ഉണ്ട് ആൻഡ് ദ വാല്യൂ ഓഫ് θ2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷൻ സിംപ്ലിഫൈഡ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, μ0 I ബൈ 4πr ഇൻറ്റു സൈൻ θ1. സൈൻ θ2 എടുക്കേണ്ട കാര്യമില്ല. ഞാൻ അറിയാതെ ഇവിടെ മാർക്ക് ചെയ്ത് പോയിരുന്നു, അത് പറയുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയതാണ്. ഈ പറഞ്ഞ എററുകളൊക്കെ നിങ്ങളൊന്ന് തിരുത്തണം മക്കളെ. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് ഇടയിൽ വന്നു പോകുന്ന ചില എററുകളാണ്. എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. നമുക്കിനി ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പലരും ഇലക്ട്രോസ്റ്റാറ്റിക്സ് കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിരുന്നു എ പോയിൻ്റ് ചാർജ്, Q എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ചാർജ്. ആ പോയിൻ്റ് ചാർജ് ഇവിടെ വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എൻ ഇലക്ട്രിക് ഫീൽഡ് around it, and the field of a point charge E is written as 1 by 4 pi epsilon 0 into Q divided by R square, where R is the distance from the charge. ഇപ്പോൾ ഇവിടെയാണ് ചാർജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണിത്. ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 into Q divided by R square. സപ്പോസ് ഇതിനെ നമുക്ക് Q0 എന്ന് വിചാരിച്ചു. ദിസ് ഇസ് ലെറ്റ് ഇറ്റ് ബി Q0. അപ്പോൾ ഈ Q0 എന്ന് പറയുന്ന ചാർജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് E. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെ Q എന്ന് പറയുന്ന ഒരു ചാർജ് കൊണ്ടുവയ്ക്കുന്നു. Q എന്ന് പറയുന്ന ഒരു ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ദാറ്റ് ചാർജ് വിൽ ബി എക്സ്പീരിയൻസിങ് എ ഫോഴ്സ് F ഇസ് റിട്ടൺ ആസ് EQ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നത്തിങ് ബട്ട് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഈ ചാർജിന് കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് F ഈക്വൽ ടു EQ. പലരും ഇലക്ട്രോസ്റ്റാറ്റിക്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ യു വിൽ നോ ദ മീനിങ് ഓഫ് ദിസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ക്യാൻ ബി റിട്ടൺ ആസ് EQ. ഇത് ഈ ചാർജിന്, ഈ Q എന്ന് പറയുന്ന ചാർജിന് Q0 എന്ന് പറയുന്ന ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത്. ഇതിനെ നമ്മൾ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയും. മോർ പ്രിസൈസ്ലി വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇതിനെ നമ്മൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കും. ദിസ് ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ലോറൻസ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കിക്കോളൂ. ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഈ Q0 എന്ന് പറയുന്ന ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ സ്മോൾ q എന്ന് പറയുന്ന ചാർജിനെ പ്ലേസ് ചെയ്താൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഈ പറയുന്ന F ഈക്വൽ ടു EQ അല്ലെങ്കിൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കാണേണ്ട ടോപ്പിക്കാണ് ദാറ്റ് ഈസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന ടോപ്പിക്കാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. സോ വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ in general it is the force experienced by a charged particle. It is a force experienced by a charged particle which is placed in an electric or magnetic field. Electric field experience ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ പറയുന്ന F ഈക്വൽ ടു EQ. ഇതാണ് F ഈക്വൽ ടു EQ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ, ഫോർ എക്സാമ്പിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇത് B എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡായിട്ട് നിങ്ങൾ വിചാരിക്കുക. ഈ B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു ചാർജിനെ വെക്കുന്നു. ബട്ട് റിമെമ്പർ ഹിയർ
this q is at rest and here the same q, ഇതേ q എന്ന് പറയുന്നൊരു ചാർജാണ് മക്കളെ. q എന്ന് പറയുന്ന ചാർജ്, ഈ ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. ഹിയർ ദ ചാർജ് ഇസ് മൂവിങ്. അപ്പോൾ ചാർജ് മൂവ് ചെയ്യുന്നത് സപ്പോസ് ഇങ്ങനെയാണ് ആ ചാർജ് മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. ദ ചാർജ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ b എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ആൻഡ് ദിസ് v റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വെക്ടർ ഓഫ് ദിസ് ചാർജ് പാർട്ടിക്കിൾ വിച്ച് മേക്സ് എൻ ആംഗിൾ ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ this q will be experiencing a force due to the magnetic field, and that magnetic field this q will be experiencing a force due to the magnetic field, and that force will be directly proportional to v cross b, and that force will be directly proportional to the amount of charge that you are placing in the magnetic field. So adine രണ്ടിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ you will get f is equal to q into v cross b, and this f is equal to q into v cross b is called as this magnetic Lorentz force. അപ്പോൾ ചാർജർ പാർട്ടിക്കിൾ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഇറ്റ് എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ ഒരു ചാർജർ പാർട്ടിക്കിൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കുന്ന സമയത്ത് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് വിച്ച് ഇസ് എഫ് ഈക്വൽ ടു ഇ ക്യു, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഒന്ന് തിരുത്തുന്നുണ്ട്, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് എഫ് ഈക്വൽ ടു ഇ ക്യൂ എന്ന് പറയുന്ന ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഈ സെയിം ചാർജിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വയ്ക്കുന്നു. സോ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ ഈ ചാർജ് മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. സ്കാലർ നൊട്ടേഷൻ ആണെങ്കിൽ നമുക്കതിനെ ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് പറയാം. എഫ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. സോ ലിസൺ, നമുക്കിനി ഇവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ പറ്റിയാണ്, എഫ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റനെ പറ്റി. അപ്പോൾ നോക്കൂ മക്കളെ, നമ്മളൊരു 3 ഡയമെൻഷണൽ പ്ലെയിൻ ഇമാജിൻ ചെയ്തു. ഒരു 3 ഡയമെൻഷണൽ പ്ലെയിൻ. ദിസ് ഇസ് എക്സ് വൈ ആൻഡ് സെഡ്. ഇവിടെ എക്സ് വൈ സെഡ് പ്ലെയിനിൽ സപ്പോസ് ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് ദ വൈ ആക്സിസ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബി ജെ, വെക്ടർ ബി ജെ. ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദ വൈ ആക്സിസ്. സോ അതിനെ ബി ജെ എന്ന് എഴുതാം. ഒരു ചാർജർ പാർട്ടിക്കിൾ, ആ ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ദ ചാർജർ പാർട്ടിക്കിൾ, അതിൻ്റെ വാല്യൂ ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇറ്റ് ഈസ് കമ്മിങ് ടുവേഴ്സ് യു ഓർ ഇറ്റ് ഈസ് മൂവിങ് അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് സെഡ് ആക്സിസ്. അപ്പോൾ നമുക്കിതിൻ്റെ വെലോസിറ്റിയെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇറ്റ് ഈസ് വി ഇൻറ്റു യൂണിറ്റ് വെക്ടർ കെ. നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന് ഈ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കൂടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. നമുക്കറിയാലോ, ദ ഫോഴ്സ് എക്സ്പീരിയൻസ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല, ഫോഴ്സ് എക്സ്പീരിയൻസ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി വെക്ടർ is along the z axis and magnetic field is along the y axis. അപ്പോൾ ഇതാണ്, അതായത് എൻ്റെ തമ്പാണ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? വെലോസിറ്റി വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് വൈ ആക്സിസ് ആണ് ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ ദിസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ് ക്യൂ വി ബി സൈൻ തീറ്റ, വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി വെക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് ഇസ് വെലോസിറ്റി വെക്ടർ ആൻഡ് ദിസ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ആസ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ 90 ഡിഗ്രി, ഇതിനെ നമ്മൾ എന്ത് എഴുതിയാൽ മതി? ഇറ്റ് ഈസ് ക്യൂ വി ബി മാത്രം മതിയല്ലോ. സൈൻ തീറ്റ മീൻ സൈൻ 90 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ക്യൂ വി ബി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഫോഴ്സസ് ക്യൂ വി ബി.
പക്ഷേ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഈ ഫോഴ്സ് ആയതുകൊണ്ട് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ആ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ കൂടെ നമ്മളവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ചാർജ് സ്കാലാർ ആയതുകൊണ്ട് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇസ് determined by the direction of the cross products of velocity vector and magnetic field. So V cross B ആണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഈ പറയുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. V cross B എന്ന് പറഞ്ഞാൽ ഡയഗ്രത്തിലേക്ക് നോക്കിക്കോളൂ. V എന്ന് പറയുമ്പോൾ അത് Z ആക്സിസിലാണ്, B എന്ന് പറയുമ്പോൾ അത് Y ആക്സിസിലാണ്. സോ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത് V ക്രോസ് B എന്ന് പറഞ്ഞ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ വാട്ട് വിൽ ബി ഗെറ്റിംഗ്? V ക്രോസ് B ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി വെക്ടർ ഇസ് അലോങ് വി കെ ആണ്, ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് വൈ ആക്സിസ്. സോ ജെ കെ ക്രോസ് ജെ എന്ന് പറയുന്ന ആരാണ്? കെ ക്രോസ് ജെ ഈസ് നത്തിങ് ബട്ട് ഐ ക്രോസ് ജെ ഈസ് കെ, ജെ ക്രോസ് കെ ഈസ് ഐ, കെ ക്രോസ് ജെ ഈസ് മൈനസ് ഐ. നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് വരുന്നത്. സോ ജെ ക്രോസ് കെ ആണെങ്കിൽ അത് ഐ ആവുമായിരുന്നു. ഇവിടെ അത് കെ ക്രോസ് ജെ ആണ്. കെ ക്രോസ് ജെ മീൻസ് ഇറ്റ് ഈസ് മൈനസ് ഐ. മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? മൈനസ് ഐ റെപ്രസെൻറ്റ്സ് ദ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനിലായിരിക്കും ഈ ചാർജിനെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് മൈനസ് എക്സ് ആക്സിസ് ആണ്. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ ചാർജ്. അതായത് നമുക്കിതിനെ ഒറ്റ ഇതിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? സെഡ് ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വെക്ടർ. സോ ഈ ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഏത് ആക്സിസിലാണ്? മൈനസ് ഐ എന്നുള്ളതിനെ നമ്മൾ ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ നമുക്കവിടെ ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്തുമാത്രം യൂസ് ചെയ്തിട്ടാണ്? ഈ പറയുന്ന വി ക്രോസ് ബിയുടെ ഡയറക്ഷനെ വെച്ചുകൊണ്ടാണ്. സോ ദ ലോറൻസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. when the vectors are velocity and magnetic field vectors are perpendicular, it comes as QVB. And the most important thing is the force is determined by the direction of V cross B. Velocity vector ൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ആണ് ആരെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഈ പറയുന്ന ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് പെർപെൻഡിക്കുലർ ആവുന്ന കേസിൽ, അഥവാ ഇനി പെർപെൻഡിക്കുലർ അല്ല എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് വെച്ച് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറയുന്ന വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ വെച്ചുകൊണ്ട് വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ വെച്ചുകൊണ്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ജസ്റ്റ് ആസ് ആൻ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളായിട്ട്, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നു എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് സം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ. നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദ എക്സ് ആക്സിസ് വിത്ത് എ വെലോസിറ്റി ഓഫ് വി ഈക്വൽ ടു ഒരു 8I എന്ന് വിചാരിച്ചു മക്കളെ. 8I മീറ്റർ പെർ സെക്കൻഡിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് എൻറ്ററിങ് ഇൻ ടു എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഗിവൺ ആസ് 2I പ്ലസ് 3J ടെസ്ല. വെലോസിറ്റി വെക്ടർ, മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ ചാർജിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ദാറ്റ് Q ഇസ് ഈക്വൽ ടു ഒരു 2 കൂളം എന്ന് വിചാരിച്ചു. Q ഇസ് ഈക്വൽ ടു 2 കൂളം. സോ നമുക്കവിടെ ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആണോ അല്ലേ ഒന്നും നോക്കാൻ പറ്റില്ല. കാരണം ഇത് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്നു, ബട്ട് ദിസ് ഈസ് മൂവിങ് അലോങ് ദ XY പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ എന്ത് തന്നെ എടുക്കേണ്ടി വരും? ഓൾജിബ്രായിക്കായിട്ട് ക്രോസ് പ്രോഡക്റ്റ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ നമുക്ക് ആദ്യം വി ക്രോസ് ബി കണ്ടുപിടിക്കാമല്ലോ. വി ക്രോസ് ബി കണ്ടുപിടിച്ചാൽ എന്ത് വരും? വി ക്രോസ് ബി ഇസ് ഈക്വൽ ടു 8I ക്രോസ് 2I പ്ലസ് 3J എന്നല്ലേ വരിക? വി ക്രോസ് ബി. നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഡിറ്റർമിനൻ്റ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ആദ്യം 8 × 2 16 ആണ്. I ക്രോസ് I എന്ന് പറഞ്ഞാൽ 0 അല്ലേ മക്കളെ? I ക്രോസ് I എന്ന് പറഞ്ഞാൽ സിമിലർ വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ടാവും. സോ ദിസ് ഇസ് 0I പ്ലസ് 8 × 3 24 ആണ്. I ക്രോസ് J എന്ന് പറഞ്ഞാൽ ആരാണ്? ദാറ്റ് ഈസ് K. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ദ വി ക്രോസ് ബി ഇസ് ഈക്വൽ ടു 24K എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അവിടുത്തെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കൂ.
ഫോഴ്സ് എത്ര വരും? ഫോഴ്സ് ഈക്വൽ ടു Q ഇൻറ്റു വി ക്രോസ് ബി അല്ലേ? Q ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 24 ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ന്യൂട്ടൺ എന്ന് പറയാം. എലോങ് ഏത് ആക്സിസ് ആണ്? ഫോഴ്സ് വെക്ടർ ആയതുകൊണ്ട് യു ഹാവ് ടു റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ എലോങ് പോസിറ്റീവ് സെഡ് ആക്സിസ്. ഇതിനെ ഒരു ഡയഗ്രമായിട്ട് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരു തവണ കൂടെ വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ആക്സിസുകൾ, എക്സ് വൈ സെഡ്. വെലോസിറ്റി അലോങ് 8i അല്ലേ മക്കളെ? വെലോസിറ്റി അലോങ് 8i ആണെന്നുണ്ടെങ്കിൽ ഇത് എക്സ് ആക്സിസിന് അലോങ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ദിസ് വിൽ ബി 8i എന്ന് വിചാരിച്ചു. ഇറ്റ് ഇസ് മൂവിങ് അലോങ് ദ എക്സ് ആക്സിസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 8i. ഇനി നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? 2i + 3j ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എക്സ് കമ്പോണൻറ്റ് ആസ് വെൽ ആസ് വൈ കമ്പോണൻറ്റ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ബി, അതായത് 2i + 3j. സോ ദർ വിൽ ബി സം ആംഗിൾ. എന്താ ആംഗിൾ എന്നുള്ള നമുക്കറിയില്ല. ലെറ്റ് ഇറ്റ് ബി തീറ്റ. സോ ഇതാണ് ബി, ഇതാണ് വി, വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും. ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയ മക്കളെ, ഇതാണ് വെലോസിറ്റി വെക്ടർ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി ക്രോസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ക്രോസ് ബി എന്ന് പറയുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഒരു കൺവെൻഷൻ ആണ്, ഇഫ് യു ആർ ടേക്കിംഗ് എ ക്രോസ് ബി ദ ആംഗിൾ മസ്റ്റ് ബി ടേക്കൺ ഫ്രം എ ടു ബി. ഇവിടെ നമ്മൾ വി ക്രോസ് ബി ആയതുകൊണ്ട് ആംഗിൾ നമ്മൾ എവിടെ നിന്ന് എടുക്കണം? ഇങ്ങോട്ടേക്കല്ലേ ആംഗിൾ കൺസിഡർ ചെയ്യേണ്ടത്? വി ക്രോസ് ബി. അപ്പോൾ വി ക്രോസ് ബി. അപ്പോൾ ആംഗിൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ആംഗിൾ എടുത്തിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് വേയിലാണ്. ആംഗിൾ എടുത്തിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് വേയിലാണെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ദ ക്രോസ് പ്രൊഡക്റ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? ഇവിടെ നമ്മൾ ചെയ്തപ്പോഴും കിട്ടിയത് എന്താണ്? ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇറ്റ് ഈസ് 2 ഇൻറ്റു 24 ന്യൂട്ടൺ, അതായത് 48 ന്യൂട്ടൺ അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് സെഡ് ആക്സിസ്. അത് തന്നെയാണ് നമുക്ക് എന്തിലും കിട്ടുന്നത്? ഈ മെത്തേഡിലും കിട്ടുന്നത്. സോ ഹിയർ ഓൾസോ യു ക്യാൻ യൂസ് ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ അങ്ങനെ വാരിയസ് ആയിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, പ്രത്യേകിച്ചും പല വെക്ടർ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയറക്ഷൻ വളരെ എളുപ്പത്തിൽ ഒരു കാൽക്കുലേഷനും ഇല്ലാതെ, ക്രോസ് പ്രൊഡക്റ്റ് ഇല്ലാതെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള വഴിയാണ് ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. നമുക്ക് കാര്യം സിമ്പിളായിട്ട് തോന്നാം, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു തമ്പിൻ്റെ ഡയറക്ഷൻ, തമ്പിൻ്റെ ഓറിയൻറ്റേഷനും മറ്റ് 4 ഫിംഗേഴ്സിൻ്റെ ഓറിയൻറ്റേഷനും വെച്ചുകൊണ്ട് പറയുമ്പോൾ അതിൽ തിയറിറ്റിക്കലായിട്ട് നമുക്കൊന്നും എക്സ്പ്ലനേഷനോ ഇക്വേഷനോ ഒന്നുമില്ല. ബട്ട് അത് ലോജിക്കാണ്, മെത്തേഡും ഉണ്ട്. നമ്മളൊരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ ദർ ഈസ് എ മെത്തേഡ് ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് ലോജിക്സ്. അപ്പോൾ മെത്തേഡും നമുക്ക് വേണം, ലോജിക്കും വേണം. ബോർഡ് എക്സാമാണ് എഴുതുന്നതെങ്കിൽ മെത്തേഡും, എൻട്രൻസ് എക്സാംസ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ലോജിക്കുമാണ് അവിടെ ആവശ്യം. കാരണം എൻട്രൻസ് എക്സാമിൽ എങ്ങനെ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചു എന്നുള്ളത് ആരും ചോദിക്കില്ല. യു നീഡ് ടു ഗെറ്റ് ദ കറക്റ്റ് ആൻസർ ഇൻ വാട്ട് എവർ വേ ദാറ്റ് യു ആർ പ്രൊസീഡിങ്. പക്ഷേ ബോർഡ് എക്സാമിൽ അങ്ങനെയല്ല. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചുകൊണ്ട് നമ്മൾ ഡയഗ്രാം വരച്ച് വെച്ച് ഒരു കൈയും വിരലൊക്കെ വരച്ച് വെച്ച് ഇതാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് കിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൽ നിന്ന്. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കാണേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ ഓർമ്മിപ്പിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രീഫ് തന്നു എന്ന് മാത്രം. വാട്ട് വി നീഡ് ഈസ് ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഡയറക്ഷൻ എങ്ങനെയാണ്, ഹൗ വി ആർ ഡിറ്റർമിനിങ് ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോളൂ. പ്രത്യേകിച്ചും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1-2 കാര്യം കൂടെ അവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിൽ പലർക്കും ഭയങ്കരമായ സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ വെക്റ്റർ പ്രോഡക്റ്റ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പോലെ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഈ പറഞ്ഞ 2 മെത്തേഡ് അല്ലാതെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പിന്നെയുള്ളൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് നമ്മൾ പറയും. 2 സ്ഥലത്താണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഒന്ന്, ഒരു കറണ്ട് ക്യാരിയിങ് വയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ
ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് എ ടോപ്പിക് ദാറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് നെക്സ്റ്റ്. അവിടെയും യൂസ് ചെയ്യാറുണ്ട്. വേണമെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിനെ മോഡിഫൈ ചെയ്ത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിനെ മോഡിഫൈ ചെയ്ത്, അത് പ്രത്യേകം ഓർമ്മിക്കണം. ഇത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിൽ കണ്ടു എന്ന് വരില്ല, എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അതായത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ല. ആരും ഇനി അങ്ങനെ ഡൗട്ട് ചോദിക്കേണ്ട. ഇറ്റ് ഈസ് നോട്ട് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇറ്റ് ഈസ് ജസ്റ്റ് എ മോഡിഫൈഡ് വെർഷൻ ഓഫ് ദ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ അപ്പോൾ ഇത് നോക്കിയാൽ മതി. നമുക്കിവിടെ വേണ്ടത് ഈ 3 ആൾക്കാർ: ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി വെക്ടർ. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി വെക്ടർ. ഈ 3 പേരും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമുക്ക് പെട്ടെന്ന് വേണ്ടത്. ഞാൻ ഒരു എക്സാമ്പിൾ 2 തരത്തിൽ സോൾവ് ചെയ്ത് തരാം. ഇപ്പം നിങ്ങളോട് പറയാണ് ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ആക്ട്സ് അലോങ് ദ നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത് -y ആക്സിസ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് -i ആണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ. ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്, ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യിക്കാം? സപ്പോസ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദ y ആക്സിസ് വിത്ത് എ വെലോസിറ്റി ഓഫ് v ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് പറയുകയാണ് അതിൻ്റെ v എന്ന് പറയുമ്പോൾ നമുക്കതിന് വെക്ടർ നൊട്ടേഷനിൽ എന്ത് എഴുതേണ്ടി വരും? vj എന്ന് എഴുതേണ്ടി വരും. നമുക്കിതിൻ്റെ ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടു. മാഗ്നിറ്റ്യൂഡ് പിന്നെ ഡൗട്ടൊന്നുമില്ല, ഉണ്ടാവില്ല. ഇഫ് യു ആർ മൂവിങ് എ ചാർജ് ഓഫ്, ഓർ ഇഫ് യു ആർ മേക്കിംഗ് ടു മൂവ് എ ചാർജ് ഓഫ് q, ദെൻ ദ ഫോഴ്സ് എക്സ്പീരിയൻസ് വിൽ ബി qvb. സൈൻ തീറ്റ വേണ്ട, കാരണം ദീസ് 2 വെക്ടേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് മക്കളെ, ഇത് എക്സ് ആക്സിസിലും മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ആക്സിസിലും ഇത് y ആക്സിസിലും ആയതുകൊണ്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും എന്ത് ആക്സിസിലായിരിക്കും? ഇവിടെ മിസ്സായിട്ടുള്ള ആക്സിസ് Z മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ Z ആക്സിസിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അത് നെഗറ്റീവ് Z ആക്സിസിലാണോ പോസിറ്റീവ് Z ആക്സിസിലാണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് ഒന്നുകിൽ നിങ്ങൾ v ക്രോസ് ബി എടുത്തോ. v ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് j ക്രോസ് -i എന്ന് വരും. i ക്രോസ് j എന്ന് പറഞ്ഞാൽ അത് k ആണ്. j ക്രോസ് i എന്ന് പറഞ്ഞാൽ അത് -k ആണ്. ഇത് ഞാൻ കുറച്ച് നീക്കി എഴുതുന്നുണ്ട്. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന v ക്രോസ് ബി. v ക്രോസ് ബി എന്ന് പറയുമ്പോൾ v മീൻസ് j, b മീൻസ് -i. j ക്രോസ് i എന്ന് പറഞ്ഞാൽ അത് -k ആണ്. ഒരു എക്സ്ട്രാ മൈനസും കൂടെ വന്നിട്ടുള്ളതുകൊണ്ട് j ക്രോസ് i ഈസ് ഈക്വൽ ടു k, j ക്രോസ് -i ഈസ് ഈക്വൽ ടു +k എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. +k എന്ന് പറഞ്ഞാൽ ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? ദ ഫോഴ്സ് ഇസ് എക്സ്പീരിയൻസ്ഡ് അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് y ആക്സിസ്. പോസിറ്റീവ് y ആക്സിസ് അല്ല, z ആക്സിസ്. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ലോറൻസ് ഫോഴ്സ് Fk. ഇത് നമ്മളുടെ മെത്തേഡാണ്. വെക്ടർ പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ ഡയറക്ഷനാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷനായിട്ട് വരുന്നതെന്ന് നമ്മൾ പറയുന്നു. ഇത് തന്നെ വേറെ രീതിയിലും പറയാം. അതിന് നമുക്ക് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിലെ 3 വിരലുകൾ കൺസിഡർ ചെയ്യുക. ദിസ് തമ്പ് റെപ്രസെൻറ്റ്സ് ദ ഫോഴ്സ്, ഐ മീൻ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, ആൻഡ് ദിസ് forefinger represents the magnetic field, and this middle finger represents the velocity. അപ്പോൾ അതിനെ ഈ ഓർഡറിൽ നിങ്ങൾ ഓർമ്മിച്ചോളൂ മക്കളെ. തമ്പ് ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, അല്ലെങ്കിൽ തമ്പ് forefinger, middle finger. തമ്പ് represents the magnetic Lorentz force, and first finger represents the magnetic field, and the middle finger represents the direction of velocity. അപ്പോൾ നമുക്കതിനെ എന്ത് ഓർഡറിലാണ് നിങ്ങൾ പോകേണ്ടത്? ക്ലോക്ക് വൈസ് ഓർഡറിലാണ് പോകേണ്ടത്. ഇങ്ങനെ FBV, FBV, ലെഫ്റ്റ് ഹാൻഡ് റൂൾ FBV, ക്ലോക്ക് വൈസ്. ഇങ്ങനെ മനസ്സിലാലോചിക്കുക. ലെഫ്റ്റ് ഹാൻഡ് റൂൾ FBV, FBV. ഇത് തന്നെ കറണ്ട് ക്യാരിയിങ് വയറാണെങ്കിൽ നമ്മളവിടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് FBI എന്ന് പറയും, ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട്. ഇവിടെ കറണ്ടിനെ പറ്റി നമ്മളൊന്നും പറയുന്നില്ല. ഹിയർ വി ആർ ഡീലിംഗ് വിത്ത് എ ചാർജ് വിച്ച് ഇസ് മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് എ വെലോസിറ്റി v. ഇറ്റ് എക്സ്പീരിയൻസസ് എ ലോറൻസ് ഫോഴ്സ് വിച്ച് ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് v ക്രോസ് b. അപ്പോൾ അതിനെ നമ്മൾ FBV എന്ന് പറയാം. FBV. അത് വെച്ച് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ആദ്യം 3 വിരലും കൂടെ ഒന്നിച്ച് വെക്കരുത്, ഓരോ വിരലും ഓരോന്നായിട്ട് വെക്കുക. അപ്പോൾ ഇവിടെ തമ്പല്ലേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വരേണ്ടത് ആരാണ്? ഫോഴ്സ്. തമ്പാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷനായിട്ട് വരേണ്ടത്. നമുക്കിതിൽ ആരെങ്കിലും വെച്ച് തുടങ്ങാം. ഇവിടെ ഫസ്റ്റ് ഫിംഗർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ ഇതല്ലേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആവേണ്ടത്? ദിസ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് B.
ഇനി മിഡിൽ ഫിംഗർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ മിഡിൽ ഫിംഗർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ ഫോഴ്സ് എന്തേ വരുള്ളൂ? ഫോഴ്സ് ഇങ്ങോട്ടേക്കല്ലേ വരുള്ളൂ. അതല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ബി, വി ആൻഡ് എഫ്. ഇത് വേറൊരു മെത്തേഡാണ്, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള. ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുന്നതിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ മക്കളെ, നമ്മുടെ ലോറൻസ് ഫോഴ്സിൻ്റെ 1-2 എക്സാമ്പിൾ കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ പറയുന്നുണ്ട് കറണ്ട് അല്ലെങ്കിൽ ചാർജ് മൂവ് ചെയ്യുന്നത് വി വെലോസിറ്റിയിൽ ടുവേഴ്സ് ദ നോർത്ത് ആണെന്ന് വിചാരിക്കുക. നോർത്ത് ഡയറക്ഷനിലേക്ക് ഒരു ചാർജ് മൂവ് ചെയ്യുന്നു. അപ്പം ചാർജ് മൂവ് ചെയ്യുന്നത് വി ആണെങ്കിൽ നമുക്ക് അവിടുത്തെ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ വി എന്ന് പറയുന്നത് അലോങ് ദ വൈ ആക്സിസ്. സോ വി ജെ ആണ് അത്. ബി എന്ന് പറയുമ്പോൾ എന്താണ്? ബി മീൻസ് ഇറ്റ് ഈസ് അലോങ് ദ എക്സ് ആക്സിസ്. സോ അത് ബി ഐ എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ ഏത് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ. ഒന്നുകിൽ വി ക്രോസ് ബി ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എഫ് ബി വി മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വി ക്രോസ് ബി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വെക്ടർ പ്രോഡക്റ്റ് ആണ് എളുപ്പമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്തോളൂ. അതല്ല എഫ് ബി വി മെത്തേഡ് വേണ്ട ആൾക്കാർ എഫ് ബി വി, ആ ഓർഡർ തെറ്റരുത്, ക്ലോക്ക് വൈസ് ആയിരിക്കണം. എഫ് ബി വി ഇതുപോലെ പോകണം, എഫ് ബി വി ക്ലോക്ക് വൈസ്. അപ്പോൾ പെട്ടെന്ന് പറയണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്നുള്ളത് ആ രീതിയിൽ യൂസ് ചെയ്തോളൂ. ഇപ്പോൾ വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ ആയിരിക്കും? വി ക്രോസ് ബി മീൻസ് ജെ ക്രോസ് ഐ. ജെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് കെ. സോ ഇതെന്ത് വരും? ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഇത് ആരാണ്? മൈനസ് ഹെഡ് ആക്സിസ് ആണ്. സോ നമുക്കിതിനെ എന്ത് എഴുതേണ്ടി വരും? മൈനസ് എഫ് കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. മൈനസ് എഫ് കെ, ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദ മൈനസ് ഹെഡ് ആക്സിസ്. ഇങ്ങനെ തന്നാൽ മാത്രമേ ഐ ജെ കെ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കത് മൈനസ് എഫ് കെ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതല്ല, ഇനിയിപ്പോൾ നമ്മൾ എഫ് ബി വി മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്ത് വേണ്ടി വരും? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് എക്സ് ആക്സിസ്. സോ ഓർഡർ നോക്കിക്കോളൂ. ഫസ്റ്റ് ഫിംഗർ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ആവേണ്ടത്, ബി. പിന്നെ ആരാ നോക്കേണ്ടത്? വെലോസിറ്റി വെക്ടർ. വെലോസിറ്റി വെക്ടർ ഏത് ഡയറക്ഷനില്ല? അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. മിഡിൽ ഫിംഗർ അല്ലേ വെലോസിറ്റി വരുന്നത്. സോ ബി ആൻഡ് വി. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്? ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. സോ ഫോഴ്സ് നമുക്ക് കിട്ടുന്നത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഏത് മെത്തേഡ് വേണമെന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. ഏത് വേണമെങ്കിൽ യു ക്യാൻ ചൂസ്. അപ്പോൾ ഒന്നുകിൽ ക്രോസ് പ്രോഡക്റ്റ് വെച്ച് ഐ ജെ ക്രോസ് ഐ എന്ന് പറയുന്നത് മൈനസ് കെ, അല്ലെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഈ എഫ് ബി വി മെത്തേഡ് വെച്ചാണെങ്കിൽ ദിസ് റെപ്രസെൻറ്റ്സ് ബി, ദിസ് ഇസ് വെലോസിറ്റി, സോ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ഈസ്റ്റ് ആൻഡ് ദ ചാർജ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ടുവേർഡ്സ് നോർത്ത്. ഒരു ചാർജ്, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഈസ്റ്റ് ഡയറക്ഷനിൽ. ഒരു ചാർജർ പാർട്ടിക്കിൾ പെട്ടെന്ന് നോർത്തിലേക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് വഴി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രോസ് ചെയ്യുന്ന പാർട്ടിക്കിൾ, സപ്പോസ് ഇവിടുന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു മക്കളെ. ഇവിടുന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പോയിന്റിൽ നിന്നാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത ചാർജർ പാർട്ടിക്കിൾ ക്യൂ എന്ന് പറയുന്ന ചാർജർ പാർട്ടിക്കിൾ ഇങ്ങനെ വന്നു, വി വെലോസിറ്റിയിൽ വന്നു. ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ആയ ഉടനെ, അതാണ് പ്രധാനം, ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ആവുന്നത് വരെ എങ്ങനെയായിരുന്നു? ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ നിങ്ങളൊന്ന് മൈൻഡിലൊന്ന് ഇമാജിൻ ചെയ്തോളൂ, ഇങ്ങനെയാണ് ചാർജർ പാർട്ടിക്കിൾ വന്നത്. ഇവിടെ എത്തിയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വന്നു. മാഗ്നറ്റിക് ഫീൽഡ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്തായി? ഇറ്റ് വിൽ ബി ഡീവിയേറ്റിംഗ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. സോ നേരെ ഇങ്ങനെ വന്ന ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ആയി കഴിഞ്ഞാൽ അതിനെങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാവും? ഇൻ ടു ദ അതിന് ഒരു ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ മൂവ്മെൻറ്റ് ഉണ്ടാവും. അതായത് നേരെ ഉള്ളിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ വന്ന ചാർജ് പാർട്ടിക്കിൾ, ഇപ്പോൾ ഈ ബോർഡാണ് ലിമിറ്റ് എന്ന് വിചാരിച്ചോ. ഇവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാർജ് പാർട്ടിക്കിൾ നേരെ വന്നു. ഇവിടെ ഈ ബോർഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ബോർഡിലാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോർഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ ചാർജ് പാർട്ടിക്കിൾ, നേരെ വന്ന ചാർജ് പാർട്ടിക്കിളിന് ഉള്ളിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ബിക്കോസ് ദ ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ. ചാർജ് പാർട്ടിക്കിൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക? ഇൻ വിച്ച് ഡയറക്ഷൻ ഇറ്റ്സ് എക്സ്പീരിയൻസസ് ദ ഫോഴ്സ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് അടുത്തത്. ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തതെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെന്നുള്ള ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബട്ട് ദാറ്റ് ഇസ് എ ബിഗ് ഡിഫറൻസ്. ഇവിടെ ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്. സോ നമുക്കിതിനെ ഐ എന്ന് പറയാം. ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് വി. അപ്പോൾ വെലോസിറ്റി വെക്ടർ വി ഐ ആണ്. പക്ഷേ വ്യത്യാസമുള്ള എന്തിൽ മാത്രമാണ്? ഒരു ചാർജർ പാർട്ടിക്കിൾ എന്താണെന്നുള്ളതാണ്, നെഗറ്റീവ് ആണെന്നുള്ളത് മാത്രമാണ് അവിടുത്തെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയാൽ മക്കളെ, നിങ്ങൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ജെ, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസിലല്ലേ, നേരെ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്കവിടെ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? നമ്മളെപ്പോഴും ഫോഴ്സ് വരുന്നത് എങ്ങനെയാണ്? -Q ഇൻറ്റു V ക്രോസ് B, എപ്പോഴത്തെയും പോലെ തന്നെ. അപ്പോൾ ഇവിടെ -Q എന്തായാലും അവിടെ കിടന്നോട്ടെ, നമുക്കത് അതിലേക്ക് പിന്നീട് വരാം. V ക്രോസ് ബിയുടെ ഡയറക്ഷൻ ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം നമ്മൾ. V ക്രോസ് B എന്ന് പറയുമ്പോൾ V ക്രോസ് B, ഇവിടെ V എന്ന് പറഞ്ഞാൽ I ആണ്, B മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ J ആണ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഏത് വരും? I ക്രോസ് J അല്ലേ വരിക? I ക്രോസ് J. അപ്പോൾ എന്ത് വന്നു? K എന്ന് വന്നു. I ക്രോസ് J എന്ന് വന്നു, അത് K ആണ്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആരെയാണ്? ഒരു നെഗറ്റീവ് ചാർജിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ ഈ നെഗറ്റീവും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദ ഫോഴ്സ് ആക്ടിങ്, ഇത് V ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്താണ്? K ആണ്. പക്ഷേ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ ഫോഴ്സ് Kയിലായിരിക്കില്ല മൂവ് ചെയ്യുന്നത്. ഈ നെഗറ്റീവും കൂടെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ V ക്രോസ് ബിയുടെ ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ V ക്രോസ് ബിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതേ കാര്യം പോസിറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ I ക്രോസ് J എന്ന് മാത്രം നോക്കിയാൽ മതി. I ക്രോസ് Jയുടെ വാല്യൂ എന്താണ്? K ആണ്. സോ ആ പാർട്ടിക്കിൾ എങ്ങോട്ട് വരും? നിങ്ങളുടെ നേർക്ക് വരും. ഇവിടെ നമ്മുടെ നേർക്കല്ല വരുന്നത്, കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു നെഗറ്റീവ് ചാർജിനെയാണ്. ആ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് V ക്രോസ് ബിയുടെ ഡയറക്ഷനിലല്ല മൂവ് ചെയ്യുക, ഇറ്റ് വിൽ ബി മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് V ക്രോസ് ബി. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. V ക്രോസ് ബി എന്ന് പറഞ്ഞ ഏത് ഡയറക്ഷനില്ല? Kയിലാണ്. V ക്രോസ് ബി ഇങ്ങോട്ടല്ലേ വരുന്നത്. പക്ഷേ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഡീവിയേറ്റിംഗ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ, അല്ലെങ്കിൽ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ ബി ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അത് നമുക്ക് തമ്പ് റൂൾ വെച്ച് വേണമെങ്കിൽ, അല്ല ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് വേണമെങ്കിലും പറയാം. ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കൈ വെക്കുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നോക്കിക്കോ മക്കളെ, നിങ്ങൾ ഇവിടെ വെലോസിറ്റി വെക്ടർ വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ് അല്ലെങ്കിൽ അലോങ് ദ നോർത്ത് ഡയറക്ഷൻ ആൻഡ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ടുവേഴ്സ് ദ ഈസ്റ്റ് ഡയറക്ഷൻ. സോ ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് മറ്റേ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് കിട്ടുന്നത്? ഫോഴ്സ് ഇങ്ങോട്ടല്ലേ കിട്ടുന്നത്. പക്ഷേ അതിലൊരു മിസ്റ്റേക്ക്, അതിലൊരു കറക്ഷനല്ല, അതിലൊരു ചേഞ്ച് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് V ക്രോസ് ബിയുടെ ഡയറക്ഷനിലല്ല, -V ക്രോസ് ബിയുടെ ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ഇതിനുള്ളിലേക്കാണ് നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ടത്. ആ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോറൻസ് ഫോഴ്സിനെ പറ്റിയാണ്. അതിൻ്റെ ചില എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. എങ്ങനെയാണ് ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ 2 മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ലോറൻസ് ഫോഴ്സ് തന്നെ ഒരു കറണ്ട് ക്യാരിയിങ് വയറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചേഞ്ച് വരും, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് വയർ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.